എംപ്ലോയം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന PSC എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭിക്കുന്ന സംവിധാനം ഏത്? കെ സ്മാർട്ട്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭിക്കുന്ന സംവിധാനം ഏത്? കെ സ്മാർട്ട്. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ആപ്ലിക്കേഷനുകൾക്കുള്ള AI പ്രോസസർ ഏത്? കൈരളി. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ആപ്ലിക്കേഷനുകൾക്കുള്ള AI പ്രോസസർ ഏത്? കൈരളി. സിംഹാസനാരോഹണം ചെയ്തപ്പോൾ ആലംഗീർ ലോകം കീഴടക്കിയ ആൾ എന്ന പേര് സ്വീകരിച്ച മുഗൾ ചക്രവർത്തി ആര്? ഔറംഗസീബ്. സിംഹാസനാരോഹണം ചെയ്തപ്പോൾ ആലംഗീർ അഥവാ ലോകം കീഴടക്കിയ ആൾ എന്ന പേര് സ്വീകരിച്ച മുഗൾ ചക്രവർത്തി ആര്? ഔറംഗസീബ്. ഏത് പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത്? ഖിലാഫത്ത് പ്രസ്ഥാനം. ഏത് പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥമാണ് ആദ്യമായി ഗാന്ധിജി കേരളത്തിൽ എത്തിയത്? ഖിലാഫത്ത് പ്രസ്ഥാനം. കേന്ദ്രഭരണ പ്രദേശമായ മാഹി കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്, കണ്ണൂർ. കേന്ദ്രഭരണ പ്രദേശമായ മാഹി കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്, കണ്ണൂർ. എന്തിന്റെ SI യൂണിറ്റാണ് ആംബിയർ? ഇലക്ട്രിക് കറണ്ട്. എന്തിന്റെ SI യൂണിറ്റാണ് ആംബിയർ? ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റാണ് ആംബിയർ. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം രൂപവത്കരിച്ച വർഷം ഏത്? 1986. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വിദ്യാഭ്യാസ നയം രൂപവത്കരിച്ച വർഷം ഏതാണ്? 1986. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഏത്? മുതലിയാർ കമ്മീഷൻ. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി വിവിധോദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണ്? മുതലിയാർ കമ്മീഷൻ. ഇംഗ്ലണ്ട് 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് ഏത് ഉടമ്പടിയിലൂടെയാണ്? 1783 പാരീസ് ഉടമ്പടി. ഇംഗ്ലണ്ട് 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് ഏത് ഉടമ്പടിയിലൂടെയാണ്? 1783 പാരീസ് ഉടമ്പടി. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നത് മുഖ്യ ലക്ഷ്യമായി എടുത്ത പഞ്ചവത്സര പദ്ധതി ഏത്? 10ാം പഞ്ചവത്സര പദ്ധതി. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നത് മുഖ്യ ലക്ഷ്യമായി എടുത്ത പഞ്ചവത്സര പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏത് മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനമാണ് അമൃത് പദ്ധതി ലക്ഷ്യമിടുന്നത്? നഗരങ്ങൾ. ഏത് മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനമാണ് അമൃത് പദ്ധതി ലക്ഷ്യമിടുന്നത്? നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനമാണ്. ദേശീയ ആരോഗ്യ ദൗത്യം ഏത് പേരിലാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്? ആരോഗ്യ കേരളം. ദേശീയ ആരോഗ്യ ദൗത്യം ഏത് പേരിലാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്? ആരോഗ്യ കേരളം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമായ സുദർശൻ സേതു ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമായ സുദർശൻ സേതു ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഭക്ഷ്യവസ്തുക്കൾക്ക് നീലനിറം ലഭിക്കാനായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഇൻഡിഗോ കാർമൈൻ. ഭക്ഷ്യവസ്തുക്കൾക്ക് നീലനിറം ലഭിക്കാനായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഇൻഡിഗോ കാർമൈൻ. ഭരണഘടനയുടെ അനുച്ഛേദം 112 പ്രകാരം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന രേഖ ഏത്? ബജറ്റ്. ഭരണഘടനയുടെ അനുച്ഛേദം 112 പ്രകാരം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന രേഖ ഏതാണ്? ബജറ്റ്. ഉച്ചഭക്ഷണം ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാൻ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതി ഏത്? ലഞ്ച് ബെൽ. ഉച്ചഭക്ഷണം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? ലഞ്ച് ബെൽ. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം ഏത്? കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? കൊച്ചി. BT വഴുതനയിലെ BTയുടെ പൂർണ്ണരൂപം? ബാസിലസ് തുറിഞ്ചിയൻസിസ്. BT വഴുതനയിലെ BTയുടെ പൂർണ്ണരൂപം എന്താണ്? ബാസിലസ് തുറിഞ്ചിയൻസിസ്. ഏത് രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രീയ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് യൂത്ത് സാറ്റ്? ഇന്ത്യ, റഷ്യ. ഏത് രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രീയ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് യൂത്ത് സാറ്റ്? യൂത്ത് സാറ്റ് വികസിപ്പിച്ചത് ഇന്ത്യ, റഷ്യ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി ഏതാണ്? പമ്പ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി ഏതാണ്? പമ്പ.
കേരള ചരിത്രത്തിൽ പ്രസിദ്ധമായ മണിക്കിണർ ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാമാങ്കം. കേരള ചരിത്രത്തിൽ പ്രസിദ്ധമായ മണിക്കിണർ ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാമാങ്കം. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചതാര്? KM മുൻഷി. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷി. KK രാമചന്ദ്ര പുലവർ ഏത് കലാരംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? തോൽപ്പാവക്കൂത്ത്. KK രാമചന്ദ്ര പുലവർ ഏത് കലാരംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? തോൽപ്പാവക്കൂത്ത്. വെബ്സൈറ്റ് വിലാസം നേരിട്ട് നൽകാതെ ഇന്റർനെറ്റിൽ വിവരങ്ങൾ തിരഞ്ഞു കണ്ടെത്താനുള്ള സംവിധാനം ഏത്? സെർച്ച് എഞ്ചിനുകൾ. വെബ്സൈറ്റ് വിലാസം നേരിട്ട് നൽകാതെ ഇന്റർനെറ്റിൽ വിവരങ്ങൾ തിരഞ്ഞു കണ്ടെത്താനുള്ള സംവിധാനം ഏത്? സെർച്ച് എഞ്ചിനുകൾ. ജനകീയ പരമാധികാരം എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവം? ഫ്രഞ്ച് വിപ്ലവം. ജനകീയ പരമാധികാരം എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്ത വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരി ഇനം ഏത്? ബിറ്റുമിനസ്. ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരി ഇനം ഏത്? ബിറ്റുമിനസ്. ഉയർന്ന താപചാലകതയും എന്നാൽ വൈദ്യുതിയെ കടത്തിവിടാത്തതുമായ കാർബണിന്റെ രൂപാന്തരം ഏത്? വജ്രം. ഉയർന്ന താപചാലകതയും എന്നാൽ വൈദ്യുതിയെ കടത്തിവിടാത്തതുമായ കാർബണിന്റെ രൂപാന്തരമാണ് വജ്രം. എന്തിന്റെ ഖരരൂപമാണ് ഡ്രൈ ഐസ്? കാർബൺ ഡൈ ഓക്സൈഡ്. എന്തിന്റെ ഖരരൂപമാണ് ഡ്രൈ ഐസ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഉപഭോക്താവിന് ആവശ്യമുള്ള വിഭവങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവ പങ്കുവയ്ക്കുന്നത് ലക്ഷ്യമിടുന്ന സാങ്കേതിക വിദ്യ ഏത്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇതാണ് ഉപഭോക്താവിന് ആവശ്യമുള്ള വിഭവങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവ പങ്കുവയ്ക്കുന്നത് ലക്ഷ്യമിടുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെതിരെ അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട സ്ഥാപനം ഏത്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെതിരെ അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട സ്ഥാപനം ഏത്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1986. ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി എന്നിവ പ്രഖ്യാപിച്ച ജില്ല ഏത്? കാസർഗോഡ്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി എന്നിവ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി അവതരിപ്പിച്ച നിയമ സംവിധാനം ഏത്? ഭാരതീയ ന്യായ സംഹിത. ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി അവതരിപ്പിച്ച നിയമ സംവിധാനം ഏത്? ഭാരതീയ ന്യായ സംഹിത. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏത്? സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷൻ. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ സ്ഥാപിച്ച വിക്രമാദിത്യ എന്താണ്? ആദ്യത്തെ വേദിക് ക്ലോക്ക്. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ സ്ഥാപിച്ച വിക്രമാദിത്യ എന്താണ്? ആദ്യത്തെ വേദിക് ക്ലോക്ക്. നന്നായി പഠിക്കുക. താങ്ക് യു.